അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അതിന് രാവിലെ തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വന്നപ്പം അതിലേക്ക് ചായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടും കേട്ടോ. അങ്ങനെ ചായ കാച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ അലക്കാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അളവിനനുസരിച്ചിട്ടാവട്ടെ. അപ്പോഴേക്ക് ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ദോശ ഞാൻ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ, അതിൻ്റെ മാവ് കലക്കിയിട്ടാണ് ദോശ ചുട്ടെടുക്കുന്നത്. അങ്ങനെ ദോശൻ്റെ പാന് നന്നായിട്ട് ചൂടായപ്പോൾ എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ലാസ്റ്റ് ദോശൻ്റെ ഓരോ ബാറ്ററായിട്ട് ഒഴിച്ച് അടിച്ച് വെച്ചിട്ട് അതൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ കടല തലേന്ന് അന്തിക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വറവിട്ടെടുക്കാനുണ്ടായിരുന്നു. അതിലേക്ക് കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഒന്ന് തൂമിച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേനുവിനെ അങ്കലവാടിയിലാക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ചും കൂടി പണികളുണ്ട് കേട്ടോ. ആകെ അടിച്ചാരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ഇതിൻ്റെ ഇടയിലൂടെ അങ്ങനെ തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും ചെയ്യും. പിന്നെ വാഷ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ മോൾ അങ്കലവാടിയിലാക്കിയിട്ട് നേരെ ഒന്ന് തറവാട്ടിലിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ലപോലെ കാട് കൂടി എടുക്കുന്നുണ്ട്. അതേപോലെ ചെതലും മാറാലിയും ഒക്കെ നല്ലപോലെ നിറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സാധനവും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാന്താരി മരത്തുമ്പോൾ നിറച്ചും കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് പറിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് അപ്പുറത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പോന്ന് കഴിഞ്ഞിട്ടാണ് പിന്നുള്ള ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല. അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ നമ്മൾ ചെമ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് വേഗം നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഗം കറണ്ട് അടുപ്പുമ്മേൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തലേന്ന് അന്തിക്ക് ഞാൻ കർമൂസയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് കറി ഉണ്ടാക്കാൻ എളുപ്പമായിട്ട്. അപ്പോൾ ഇന്ന് കർമൂസൻ്റെ താളിപ്പാണ്. അങ്ങനെ താളിപ്പിനുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഇനി പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. പിന്നെ കർമൂസ തലേന്ന് തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഇന്ന് കറിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേഗം റെഡിയാക്കാം കേട്ടോ. അതേപോലെ മീനും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു കർമൂസ കറിയിലേക്ക് ഞാൻ കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഉപ്പും കാന്താരിയൊക്കെ ചേർത്ത് കുക്കർ അടിച്ച് വെച്ചിട്ട് ഒന്ന് കൂക്കിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കറണ്ട് അടുപ്പത്ത് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചാൽ തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ അരി നമ്മൾ 2 നാഴി എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ തന്നെ കേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ചുടുവെള്ളം ഉപയോഗിച്ചിട്ടും അല്ലാതെ പച്ചവെള്ളത്തിലൊക്കെ നല്ല പോലെ കേക്ക് ബിസ്മിയൊക്കെ ചെല്ലിയിട്ട് നമ്മളത് കേക്ക് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കർമൂസ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കടുകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വറവിട്ടെടുക്കുകയാണ്. വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് വറവിട്ടെടുക്കണം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിനി. ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മൾ കർമൂസൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ വറവിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ തന്നെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച്. അപ്പോഴേക്കും തലേന്ന് നമ്മൾ മീനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പാനിന് പെട്ടെന്ന് തന്നെ നമ്മൾ മീനൊക്കെ മറിച്ചിടുന്ന സമയത്ത് പെട്ടെന്ന് പോരും കേട്ടോ. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്യാനുള്ള വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചോറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതായിരുന്നു ഒരു 20 മിനിറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വറുത്തുത്തുന്നുണ്ട്. നാളെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുണ്ട് എന്നുള്ളത് ഇന്നറിയുകയാണെങ്കിൽ ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് പിറ്റേന്നേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാറാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് പണികളൊക്കെ തീരും ചെയ്യും. അഥവാ ഇനി വന്നിട്ടാണ് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ എടുക്കേണ്ടതെന്നുള്ളത് എങ്കിൽ കൂടിയിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. അങ്ങനെ മീൻ പൊരിക്കലും കാര്യങ്ങളും കഴിഞ്ഞ് ഉച്ചയത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ സൈറ്റിലേക്ക് പോവുകയാണ്. കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത്
മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളത്. അതും നമ്മളെ നാട്ടിലെ അംഗനവാടീൻ്റെ കീഴിൽ ഒരു സൈറ്റിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അതെടുക്കാൻ കഴിഞ്ഞു. പിന്നെ നല്ല പോലെ റെസ്പോൺസ് കിട്ടി ടീച്ചറെ കയ്യിൽ നിന്ന്. ആദ്യത്തെ ക്ലാസ് ആണെന്ന് പറയില്ല, നല്ല പോലെ ഉഷാറായിട്ടുണ്ട്. ഒരു ക്ലാസ്സും കൂടി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ്. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇതാ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പഴം കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ അതിൽ നിന്ന് കട്ടെടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് കാണുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വൈകുന്നേരം സ്നാക്സായിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് പഞ്ചസാര കഴിഞ്ഞിട്ടുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ പഞ്ചസാരയൊക്കെ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ മൈദപ്പൊടിയിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മുടെ പഴംപൊരീൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ലേറ്റ് ക്ലാസ് എടുക്കാൻ പോയതുകൊണ്ട് തന്നെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയപ്പം പിന്നെ ആ ടെൻഷനൊക്കെ പോയി. ടെൻഷനൊക്കെ മാറ്റിയെടുത്തിട്ട് പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ടുള്ളത് അനീമിയയെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ 4 ദിവസം മുന്നേ നമ്മൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്ലാസ്സൊക്കെ എടുക്കാൻ നല്ല ഈസി ആയിട്ടോ. അങ്ങനെ പിന്നെ ദാ പഴംപൊരീൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോ പഴം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഴംപൊരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആക്കി എടുക്കുന്നുണ്ട്. വൈകുന്നേരം ചായക്ക് കടി മക്കളേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണം എന്നുള്ളതാണ് കേട്ടോ. കാരണം ചായക്ക് എന്തെങ്കിലും കടി ഇല്ലയെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കലും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്തെങ്കിലും ഫ്രീ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പഴം ഉണ്ടായപ്പം പഴംപൊരി ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ അതൊന്ന് ഓരോ ഭാഗം ഒന്ന് ഫ്രീ ആയപ്പം അടുത്ത ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ ആദ്യത്തെ ബാറ്റർ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പാൽ ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുക്കുക. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.